ഫോൺ ചോർത്തലിൽ പി വി അൻവർ MLA-ക്കെതിരെ വീണ്ടും കേസ്. മലപ്പുറം അരീക്കോട് MSP ക്യാമ്പിൽ ഫോൺ ചോർത്തുന്നുണ്ടെന്ന പരാമർശം നടത്തിയതിനാണ് അൻവറിനെതിരെ കേസെടുത്തത്. അതേസമയം നിയമസഭയിൽ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കില്ല എന്ന് പി വി അൻവർ വ്യക്തമാക്കി. കണ്ണൂരെ പ്രബലനായ CPM നേതാവിന്റെ പിന്തുണ തനിക്കുണ്ടെന്നും പി വി അൻവർ അവകാശപ്പെട്ടു. പി ശശിയുടെ വക്കീൽ നോട്ടീസ് ലഭിച്ചിട്ടില്ല. ഒരു ആരോപണത്തിലും പിന്നോട്ടില്ല. കേസുകൾ 100 എണ്ണമെങ്കിലും ചുരുങ്ങിയത് വരുമായിരിക്കുമെന്നും അൻവർ. കേസുകൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം സംസ്ഥാനത്താകെ കേസ് കൊടുക്കാൻ അവർ വളരെ വിദഗ്ധരുമായി സംസാരിച്ച് അതിന് ആളുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് 100 കേസെങ്കിലും പ്രതീക്ഷിക്കാം. ഞായറാഴ്ച മഞ്ചേരിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിന് ശേഷം നിയമസഭാ സമ്മേളനത്തിനെത്താനാണ് അൻവറിന്റെ തീരുമാനം. എന്നാൽ ഇപ്പോൾ നൽകിയ സീറ്റിൽ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കില്ല. പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ കഴിയുമോ എന്ന് നിയമവിദഗ്ധരുമായി ആലോചിക്കും. ഞാൻ പ്രതിപക്ഷത്തിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ എന്തായാലും തയ്യാറാവില്ല. ഞാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ലല്ലോ. എന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്നെ ഒരു ബ്ലോക്കാക്കി അവർ അനുവദിക്കുന്നത് നിയമപരമായിട്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പ്രതിപക്ഷമാക്കാനുള്ള വലിയ വ്യഗ്രത. പദവികൾ വഹിക്കുന്ന കണ്ണൂരിലെ പ്രബലനായ CPIM നേതാവിന്റെ പിന്തുണ തനിക്കൊപ്പമുണ്ടെന്ന് പറഞ്ഞ അൻവർ അത് P ജയരാജനല്ലെന്ന് വ്യക്തമാക്കി. കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രബലനായ ഒരു നേതാവ് ഈ വിഷയത്തിൽ എന്നോടൊപ്പമാണ്. അവർ ചർച്ച ചെയ്യുന്നുണ്ട്. CPM ലീഡർ പാർട്ടി സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന ആൾ തന്നെ. അല്ല, ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത ആൾക്കാരെ സാധുക്കളെ പേരുണ്ട്. ആ സാധു ഇല്ലെങ്കിൽ തന്നെ ആരോ എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇടങ്ങാറായി. എനിക്ക് എന്നെ കുറെ തെറി വിളിക്കേണ്ടി വന്നു. എൻ്റെ കൂടെ അല്ല എന്നാക്കാൻ വേണ്ടി. മലയോരത്തെ വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട് അൻവർ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം അരീക്കോട് MSP ക്യാമ്പിൽ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് വഴിവിട്ട രീതിയിൽ ഫോൺ ചോർത്തുന്നുണ്ടെന്ന പരാമർശം നടത്തിയതിന് അൻവറിനെതിരെ മഞ്ചേരി പോലീസ് കേസെടുത്തു. SOG സൂപ്രണ്ടിന്റെ പരാതിയിലാണ് കേസെടുത്തത്. 24 മലപ്പുറം.